ഹായ് ഹലോ നമസ്കാരം. ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. ഓൾറെഡി ഓർഡർ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും ഇത്രയും കൂടെ ടേസ്റ്റ് കൂടിയ രീതിക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അടിപൊളിയാണ്. അപ്പോൾ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. എപ്പോഴും വലിയ ബിരിയാണിയുടെ എടുക്കുന്ന ഫ്രൈഡ് റൈസിന് നല്ലത് ജീരകശാല പോലത്തെ കുഞ്ഞ് റൈസ് എടുക്കരുത്. ഫ്രൈഡ് റൈസിന് അത് നന്നാവില്ല. എപ്പോഴും നീളമുള്ള വലിയ അരിയാണ് നല്ലത്. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അരി നല്ലപോലെ കഴുകി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അരി ഒരു പകുതി തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അരി അവിടെ കിടന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുക്കുവാണെങ്കിൽ വറ്റിക്കുമല്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒരു സവോളയുടെ പകുതി. നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ചും പച്ചക്കറി ഏതാ ഇഷ്ടമെങ്കിൽ അതനുസരിച്ചും ഒക്കെ മാറ്റാം. പിന്നെ നമ്മുടെ ചൈനീസ് ക്യാബേജ് പറയും, ലെറ്റ്യൂസ് ലീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സാധാ ക്യാബേജ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ വേറെ എന്തെങ്കിലും പച്ചക്കറി ഇഷ്ടമാണ് ഇതിൽ നിന്നെങ്കിൽ ബീൻസ്, പയർ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതൊക്കെ കയ്യിലുള്ള പോലെ എടുത്താൽ മതി. പിന്നെ നിറച്ച് ഞാൻ വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞു. ക്യാരറ്റും സബോളയും ക്യാപ്സിക്കവും ലെറ്റ്യൂസ് ലീഫും എല്ലാം നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് അരിഞ്ഞൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കൂടെ തന്നെ സ്പ്രിംഗ് ഓണിയനും കൂടെ എടുത്തു. സ്പ്രിംഗ് ഓണിയൻ എന്താണേലും വേണം കേട്ടോ, അതാണ് ഫ്രൈഡ് റൈസിനൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ എന്താണേലും ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ എടുക്കാം, വിട്ട് കളയൽ. അപ്പോഴത്തേക്ക് അരി നല്ലപോലെ വെന്ത് വന്നു. ഒരു 90% ഞാൻ വേവിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അരി വെന്തോളും. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിന് അരി വെന്തെടുത്തു. അപ്പോൾ അത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഞാനിങ്ങനെ വാർക്കാൻ വെച്ചേക്കാണ്. നല്ലപോലെ അരി സെറ്റായിട്ട് കിട്ടി. ഇനി നമുക്കിതിലേക്ക് വേണ്ട മുട്ടയാണ്. ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ഉപ്പുമാണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ചുക്കി പൊരിച്ചെടുക്കണം. മീൻസ് നമ്മളിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതാണ് വേണ്ടത് ഫ്രൈഡ് റൈസിന് വേണ്ടി. അപ്പോൾ ഞാനിതാ കടായി വെച്ചു. ഇനി കടായിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും. നമ്മൾ ബട്ടറോ അല്ലെ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ഫ്രൈഡ് റൈസിന് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഇതൊരു ചേഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ടേസ്റ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് ബട്ടർ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി മുട്ട നല്ലപോലെ ചുക്കി പൊരിച്ചെടുത്തു. ഇതാ മുട്ട റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ മുട്ട പൊരിക്കുമ്പം. ആ മഞ്ഞൾ ഇട്ടുകൊണ്ടാട്ടോ മുട്ടയ്ക്ക് ഇത്ര ഒരു കളറ്. അപ്പോൾ ആ കളറിന് വേണ്ടിയും കൂടി ഞാൻ ആ മഞ്ഞൾ ഇട്ട് കൊടുത്തു. ഒരല്പം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ മുട്ട മാറ്റി വെച്ചതിന് ശേഷം അതേ കടായി തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുത്തു. ഇനിയാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടുന്നത്. അത് വെളുത്തുള്ളി നല്ലപോലെ ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് ഫ്ലേവർ വരുന്നത് ഫ്രൈഡ് റൈസിന്. അപ്പോൾ കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി, ക്യാപ്സിക്കം, സബോളയും ലെറ്റ്യൂസ് ലീഫും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി ക്യാരറ്റും ഇതെല്ലാം കൂടെ ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇളക്കാൻ. പിന്നെ ഞാൻ ഇടുന്നത് ചിക്കൻ ക്യൂബാട്ടോ. അത് നിങ്ങൾക്ക് ബീഫിന് ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ ബീഫ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ചിക്കനാണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതും കൂടിയാണ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. വല്ലാത്തൊരു ഫ്ലേവറാട്ടോ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പം. അപ്പോൾ ക്യൂബ് കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത്തിരി കുരുമുളകും കൂടി ഇട്ട് ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചാട്ടോ ചെയ്യുന്നത്. നല്ല പോലെ ഇളക്കിയെടുക്കുക. ഉപ്പ് ഇനി ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ സോയാ സോസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുണ്ട് സോയാ സോസ് ഓൾറെഡി. അതുകൊണ്ട് പിന്നെ ചോറ് നമ്മൾ ഉപ്പിട്ടാണല്ലോ വാർത്തേക്കുന്നത്, അതുകൊണ്ട് ഇനി ഉപ്പിടണ്ട കേട്ടോ. പിന്നെ സോസ് ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും ആട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ടൊമാറ്റോ സോസ്, ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസും എന്താണെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ചില്ലി സോസ് ഓപ്ഷനാണ്, എരിവുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം അതെല്ലാം കൂടെ നല്ല പോലെ ഇളക്കി നമ്മൾ റൈസ് കൂടി ഇട്ട് കൊടുത്ത് ഇനി മിക്സ് ചെയ്യാണ്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കഴിച്ച് നോക്കണം. എന്നിട്ട് സോസുകൾ ഏതെങ്കിലും നമുക്ക് ഇനിയും ഒഴിക്കണം, ടേസ്റ്റ് കുറവാണെന്ന് തോന്നിയാൽ അത് ആ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഫ്ലേവർ വേണോ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ നിങ്ങൾക്ക് ഇട്ട ഫ്രൈഡ് റൈസോ അല്ലെ ഏതാ മീറ്റ് ഇട്ട് ഫ്രൈഡ് റൈസാണ് വേണ്ടെങ്കിൽ അതുകൂടെ ഫ്രൈ ചെയ്ത് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല, വെജീസും എഗ്ഗും മാത്രം ആഡ് ചെയ്തിട്ടാട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ സോസിൻ്റെ അളവും ഞാൻ പറഞ്ഞല്ലോ, വെജീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇളക്കി നല്ല പോലെ റെഡിയായി വന്നു. ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. ഇന്നലെ ഞാൻ ഓൾറെഡി ഇട്ടേക്കുന്ന ചില്ലി പോർക്കൊക്കെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആട്ടോ. അപ്പോൾ ട്രൈ നോക്കിയോ. ടാറ്റാ ബൈ, സി യു.